voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. റീറ്റെയിൽ മാർക്കറ്റിങ്ങിനെ മുന്നോട്ട് നയിക്കേണ്ട ലീഡർ എപ്പോഴും അതിൻ്റെ ഓണർ തന്നെയാണ്. ഒരു പരിധിവരെ അവരുടെ ലോകം എന്ന് പറയുന്നത് ആ റീറ്റെയിൽ ഷോപ്പിന്റെ അകമാണ്. പ്രോഡക്റ്റുകളാണ് അവരോട് സംസാരിക്കുന്നത്, അല്ലെ? അവിടെ ആ രണ്ട് സൈഡിൽ ഇരിക്കുന്ന പ്രോഡക്റ്റുകളാണ് അവരോട് സംസാരിക്കുന്നത്. പിന്നെ കയറി വരുന്ന കസ്റ്റമർ, ആ പ്രോഡക്റ്റ് വച്ചിരിക്കുന്ന ഏരിയകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ, ആ ഷോപ്പിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന തരത്തിൽ 5, 6, 8 വർഷമായി നിൽക്കുന്ന സ്റ്റാഫുകളെ ഒരു കാരണവശാലും ആ റീറ്റെയിലർ വേറൊരു ഷോപ്പിലേക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ വിട്ടുകളയരുത്. ചെറിയ എന്തെങ്കിലും സാലറിയുടെ കാര്യത്തിൽ വിട്ടുകളയാതെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ഒരു റീറ്റെയിലർക്ക് സാധിച്ചു. ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ സക്സസ് ആണ്. ഉയർച്ചയുടെ പടവുകൾ മുന്നോട്ട് നയിക്കണമെങ്കിൽ, മുന്നോട്ട് കയറണമെങ്കിൽ അതുപോലുള്ള നല്ല ഡെഡിക്കേറ്റ് ആയ സ്റ്റാഫുകൾ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ ഒരു സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യാം? ഇന്നത്തെ കാലത്ത് സ്റ്റാഫ് മോട്ടിവേഷൻ, സ്റ്റാഫിനെ അവിടെ നിർത്തുക എന്ന് പറയുന്നത് ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഒരു റീറ്റെയിലറിന്റെ ഓണർ വിചാരിച്ചാൽ മാത്രം ഒരു ഷോപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല. ഒരു ഓണർ നല്ല മനുഷ്യനായിട്ട് നല്ലപോലെ പെരുമാറിയാലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റം വന്നാൽ പിന്നെ ആ ഷോപ്പിലേക്ക് ഇത് എൻ്റെ ഷോപ്പാണ്, ഞാനാണ് ഇതിൻ്റെ ഓണർ എന്നുള്ള ഭാവത്തോടെ ആ ഷോപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ വളരെ ഉയരമുള്ള ചെയറിൽ, ഭംഗിയുള്ള ചെയറിൽ, കുഷനുള്ള ചെയറിൽ ഓണർ ഇരുന്നാലും അയാളുടെ കണ്ണുകൾ താഴേക്ക് പോകണം, സ്റ്റാഫുകളിലേക്ക് പോകണം. ആ സ്റ്റാഫ് എങ്ങനെ ഇടപഴകുന്നു കസ്റ്റമറോട്, അയാളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്, ആ റീറ്റെയിലർ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താം. ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഗോൾഡ് കോയിൻ കിട്ടി. ആ റീറ്റെയിലർ പറയാണ് അത് എൻ്റെ കഴിവല്ല, എൻ്റെ സ്റ്റാഫുകളുടെ കഴിവാണ് എന്ന് പറഞ്ഞ് ചേർത്ത് അവരെ നിർത്തുകയും ഇത് എനിക്കുള്ളതല്ല, ഇതെൻ്റെ സ്റ്റാഫുകൾക്കുള്ളതാണ്, ഇത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ നല്ലൊരു ടൂർ വെക്കോളൂ, നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ടൂർ എല്ലാവരും കൂടി പോകും. ഒരു റീറ്റെയിലർക്ക് വേണ്ടത് എന്താണ്? സെയിൽ വേണം, സെയിൽ ക്ലോസ് ചെയ്യപ്പെടണം. അങ്ങോട്ട് വാക്കിൻ ചെയ്യുന്ന കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നയം ആ റീറ്റെയിലറിന്റെ ഓണർക്കും സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ എന്താണ് ഗുണം? ആനുവൽ സെയിൽസ് എടുക്കുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പ് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കസ്റ്റമർ ആവശ്യപ്പെടുന്ന എന്ത് പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റണം. ക്യാഷ് ഇൻഫ്ലോ വരണം. അതിനുവേണ്ടി അവർ ശ്രമം, അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഇത് ഒരാൾ കൊണ്ട്, ഒരു റീറ്റെയിലർ കൊണ്ട് മാത്രം ഒരു റീറ്റെയിൽ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ അനവധി 200, 400, 500 വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നവരാണ്. ആ ഒരു റീറ്റെയിലർ എന്നൊരു മനുഷ്യനും അയാൾ കുടുംബവും ജീവിതവും ഒക്കെ ഉള്ള ആളാണ്. ഒരു ദിവസം അയാൾക്ക് വരാൻ പറ്റിയില്ല, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നു. ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ, ആ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ, അവരത് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം. അങ്ങനെ കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഒത്തൊരുമയും അവളെ ചേർത്ത് നിർത്താൻ ഈ റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ അവരെ ചേർത്ത് നിർത്തണമെങ്കിൽ അവരുടെ മനസ്സിനകത്ത് റീറ്റെയിലർക്ക് ഒരു ഇടം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ സ്റ്റാഫുകളുടെ മനസ്സിനകത്ത് ഇത് എൻ്റെ ഓണറാണ്, എൻ്റെ ബോസാണ്, ഞങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ കേൾക്കുകയും അത് നടപ്പിലാക്കി തരികയും വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് ഓരോ വർഷവും ചെയ്തു തരുന്ന ഞങ്ങളുടെ ബോസാണ്. ഞങ്ങൾക്കൊരു ടൂർ പാക്കേജ് തരുന്ന ഞങ്ങളുടെ ബോസാണ്. ചെറിയ രീതിയിലുള്ള ഇൻസെൻറ്റീവ് തരുന്ന ഞങ്ങളുടെ ബോസാണ്. ഒരു ദിവസം ലീവ് ചോദിച്ചാൽ അത് അലൗഡ് ചെയ്തു തരുന്ന ഞങ്ങളുടെ ബോസാണ്. ഞങ്ങളുടെ കുടുംബമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഞങ്ങളുടെ ബോസാണ്. ആ ഒരു തോന്നൽ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ വരുന്ന കസ്റ്റമർ പ്രോഡക്റ്റ് അല്ലാതെ ഒരു കാരണവശാലും
ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കില്ല. എന്ത് കാര്യവും ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് വേണ്ടത്. എന്ത് കാര്യവും അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അത് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. അവിടെ കൺവേർഷൻ നടക്കുന്നു. എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ഷോപ്പിലെ ഓണറും ആ സ്റ്റാഫുകളും വർക്ക് ചെയ്യേണ്ടത്? ഒരു ജോലിയെ ഒരു പ്ലേ ആയിട്ട് കണ്ടാൽ, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ, സാലറിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ റീറ്റെയിൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നത് എന്നുള്ള മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു പ്ലേ ആയിട്ട്, ഒരു ഗെയിമായിട്ട്, ജോലിയെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മനോഹരമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്ലേ പോലെ കണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ കസ്റ്റമറെയും ഞാൻ കൺവേർട്ട് ചെയ്തിരിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഓണറെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. ഇത് എൻ്റെ കലിബറാണ്, എൻ്റെ ക്വാളിറ്റി ഉപയോഗിച്ച്, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ച്, എൻ്റെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച്, മാർക്കറ്റിംഗ് സ്കില്ല്, സെയിൽസ് സ്കില്ല്, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ്, ഇതെല്ലാം ഉപയോഗിച്ച് ആ കസ്റ്റമറെ ഞാൻ കൺവേർട്ട് ചെയ്യും. കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റും കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കൂ എന്നുള്ള തീരുമാനത്തേക്ക് ഒരു റീറ്റെയിലർ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ വളരുക തന്നെ ചെയ്യണം. അങ്ങനെ വളരണമെങ്കിൽ നിങ്ങൾക്ക് 6 മണിക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ 5:30 നിങ്ങൾ വാച്ചിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറെ ശപിക്കരുത്. ആ കസ്റ്റമർ ഒരു നീഡ്സ് ആയിട്ട് വന്നതാണ്, അയാൾ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. എന്തുകൊണ്ടാണ് അയാൾ ഒരു ആവശ്യമായിട്ട് വന്നത്? അയാൾക്ക് ഇപ്പോൾ പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇന്ന് വൈകുന്നേരം പരിഹരിക്കപ്പെടേണ്ട ഒരു ആവശ്യം അയാൾക്കുണ്ട്. ഇന്ന് വീട്ടിലെത്തി ഈ പ്രോഡക്റ്റ് കൊണ്ട് അയാൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതിന് പ്രൈസ് എങ്ങനെയാണ് അറിയാൻ വന്നതാണ്. അയാളുടെ കയ്യിലുള്ളത് ഒരു ചെറിയ പൈസ കൊണ്ടാണ് അയാൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. ആ പ്രോഡക്റ്റിന് അയാൾ ആഗ്രഹിക്കുന്നത് പ്രൈസ് മാക്സിമം കുറച്ച് ക്വാളിറ്റി പ്രോഡക്റ്റ് അയാൾക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നത്. അയാൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വന്നത്? നിങ്ങൾ ഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. നിങ്ങൾ ഷോപ്പ് അടച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഷോപ്പിലേക്ക് അയാൾ വരില്ല. അയാൾ നെക്സ്റ്റ് ഷോപ്പിൽ കയറിയിരിക്കും. നിങ്ങൾ ഷോപ്പ് തുറന്നു വച്ചിരിക്കുന്നു, അതിൻ്റെ ഓണർ, റീറ്റെയിലറിൻ്റെ ഓണർ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, സ്റ്റാഫുകൾ അവിടെ ഇരിക്കുന്നു, പ്രോഡക്റ്റുകൾ ഇരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ട പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് 5:30 പോകണം എന്നുള്ള കാര്യമോ, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർക്ക് അത്യാവശ്യമായി അയാളുടെ ചെറിയ കുട്ടികളെ വിളിക്കാൻ പുറത്തേക്ക് പോകണം എന്നുള്ളതോ അയാളെ സംബന്ധിച്ചോളം ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അയാളുടെ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിൽ അയാൾ കാണുന്ന കാര്യം എന്താണ്? ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ കിട്ടണം. അതിന് ആ റീറ്റെയിൽ ഷോപ്പിൽ എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ കുറെ പ്രതീക്ഷകളുമായിട്ടാണ് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ആ കസ്റ്റമർ വരുന്നത്. അയാളെ സംബന്ധിച്ച് അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് അയാൾക്ക് ക്വാളിറ്റിയുള്ള നല്ല പ്രൈസിങ്ങിലുള്ള ഒരു പ്രോഡക്റ്റ് വേണം. അതിനുവേണ്ടി മാത്രമാണ് ആ ഷോപ്പിലേക്ക് വന്നത്. ചില മാനസിക തലങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. കസ്റ്റമറുടെ മാനസിക തലം എന്താണ്, കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താണ്, അയാളുടെ മാനസിക തലം എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന ഓണർക്ക്, സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. ഇത് പറഞ്ഞു വെക്കാൻ കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് കൊടുക്കാൻ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക്, അതിൻ്റെ ഓണേഴ്സിന് സാധിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് കസ്റ്റമറെ നിങ്ങളുടെ ഷോപ്പിലേക്ക് കസ്റ്റമർ വാക്യൂം ചെയ്യുള്ളൂ. വാക്യൂം ചെയ്ത കസ്റ്റമർ വീണ്ടും പ്രോഡക്റ്റ് ചോദിച്ച് നിങ്ങളുടെ ഷോപ്പിലേക്ക് തന്നെ വരണമെങ്കിൽ അയാൾ ഹാപ്പി ആയിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ, ഉദ്ദേശിക്കുന്ന വിലയ്ക്ക്, ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് അയാൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ സ്റ്റാഫുകൾക്ക്, ഓണേഴ്സിന്, ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർക്ക് സാധിച്ചിരിക്കണം. ഇതിനകത്ത് ഒരു പ്രോഡക്റ്റ് കൊടുത്ത് കാശ് മേടിക്കലും മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് കൊടുക്കുക, അതിന് പൈസ മേടിക്കലും മാത്രമല്ല, അതുപോലെ റീറ്റെയിൽ ഷോപ്പിൽ വളരെ അപൂർവമായി നിൽക്കുന്ന ചിലതരം സ്റ്റാഫുകളുണ്ട്. ഫുൾ ടൈം ഒരു അലസത കാണിക്കുന്നവർ. ഈ അലസത കൂടുന്നത് വാട്സപ്പ്,
ഇൻസ്റ്റാഗ്രാം, ഈ രീതിയിൽ കസ്റ്റമർ വരുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീല് കാണൽ, വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കൽ, വേറെ മെസ്സേജ് അയക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക, കസ്റ്റമറെ ശ്രദ്ധിക്കാതിരിക്കുക, അലസത കാണിക്കുക, അങ്ങനെയുള്ള സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാർഗനിർദ്ദേശം കൊടുക്കുകയും അവർ നന്നാവില്ലെങ്കിൽ ഈ രീതിയിൽ ഈ ഷോപ്പിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തുറന്ന മനസ്സോടെ ആ റീറ്റെയിലറിന്റെ ഓണർക്ക് പറയാൻ സാധിക്കണം. റീറ്റെയിലറിന്റെ ഓണർക്ക് ഉണ്ടാകേണ്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, എങ്കിലും അതൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ശ്രദ്ധ വളരെയധികം വേണം. ഷോപ്പിലേക്ക് ഒരു പർച്ചേസ് ചെയ്യാൻ ഒരു കസ്റ്റമർ കയറുന്നത് മുതൽ ബില്ലടിക്കുന്ന മുതൽ അയാൾ അത് പർച്ചേസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഓണറായിരിക്കും മിക്കപ്പോഴും അതിൻ്റെ കൗണ്ടറിൽ ഇരിക്കുന്നത്. ആ ഓണർക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് 22 എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഓണർ അത് കേൾക്കുന്നത് അയാൾ ഓൾറെഡി 72 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓണർ കേട്ടത് 22 എന്നായിരിക്കും. ഈ സമയം ബാക്കി 22 രൂപ എടുത്തിട്ട് ബാക്കി 100 രൂപയുടെ ബാക്കി കൊടുക്കുന്നത് അവിടെ ഒരു മിസ്റ്റേക്ക് ഓണർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ 22 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. ഇന്നിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് എല്ലാവർക്കും. എങ്കിൽ പോലും ഒരാൾ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി വോയിസിലൂടെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കേൾക്കുക എന്നുള്ളത്, ശ്രദ്ധയോടെ കേൾക്കുക. 22 എന്നാണോ 72 എന്നാണോ പറയുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കേണ്ട, അത് വളരെ ശ്രദ്ധ കൊടുത്ത് ലിസണിങ് കപ്പാസിറ്റി, അത് ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു റീറ്റെയിലർ ഓണർക്ക് വേണം. പ്രത്യേകിച്ച് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നയാൾ വളരെയധികം ശ്രദ്ധാപൂർവം വേണം ആ കാര്യങ്ങൾ, പൈസയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ഇന്നിപ്പോൾ ഗൂഗിൾ പേ വഴി ആണ് പേയ്മെൻ്റ് എങ്കിൽ പോലും ആ ഒരു കാര്യം അത് സ്റ്റാഫിൽ തന്നെയാണെങ്കിലും എത്രയാണ് അയാൾ കസ്റ്റമർ പറയുന്നത് അത് ശ്രദ്ധാപൂർവം കേൾക്കുക, അത് കേൾക്കുക, അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബിഹേവ് ചെയ്യാനുള്ള, നല്ലപോലെ പെരുമാറാനുള്ള ഒരു ഹാബിറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിനെക്കുറിച്ചപ്പോൾ അതുപോലെ നന്നായിട്ട് പെരുമാറണം. ക്യാഷ് വാങ്ങിക്കുമ്പോൾ ക്യാഷിൻ്റെ ബാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് പെരുമാറണം, സ്മൈല് കൊടുക്കണം. അതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച കാര്യമാണ്. അതുപോലെ കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വളരെയധികം വൃത്തിയോടെ, വളരെയധികം ആ കസ്റ്റമറിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ശ്രദ്ധാപൂർവം അദ്ദേഹം എന്താണ് പ്രശ്നം പറയുന്നത് ലിസണോടെ കേട്ടിട്ട് അത് വളരെയധികം ശ്രദ്ധയോടെ കേട്ട് അതിന് സ്പോട്ടിൽ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണറായാലും സ്റ്റാഫുകളായാലും. ഒരു റീറ്റെയിൽ ഷോപ്പ് സക്സസ് ആകുന്നതിന് അതിൻ്റെ ആ റീറ്റെയിലിൻ്റെ ഓണർക്ക് ഒരു തണലായി നിൽക്കുന്നത് ആ സ്റ്റാഫുകൾ തന്നെയായി യാതൊരു സംശയമില്ല. അക്കൗണ്ട്സ് ആയാലും സെയിൽസിൽ നിൽക്കുന്നവരായാലും അത് കൗണ്ട് ചെയ്യുന്നവരാണെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ കുറച്ചധികം പ്രോഡക്റ്റുകൾ കമ്പനിയിലേക്ക് അയച്ചു. അവർ അയക്കേണ്ടത് 50 പ്രോഡക്റ്റാണ്, 60 പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. സത്യസന്ധരായ റീറ്റെയിലറാണെങ്കിൽ, സത്യസന്ധരായ സ്റ്റാഫുകളാണെങ്കിൽ 10 പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ തന്നിട്ടുണ്ട്. സത്യസന്ധരായ റീറ്റെയിലേഴ്സ് ആണെങ്കിൽ, സത്യസന്ധരായ സ്റ്റാഫുകളാണെങ്കിൽ കൃത്യമായിട്ട് അത് ആ ഡിസ്ട്രിബ്യൂട്ടറെ അറിയിച്ചിരിക്കും. ഞാൻ കൂടുതൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവരെ അറിയിക്കുക. എന്താണ് ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ, അവർ മനസ്സിൽ വിചാരിക്കും, ശരിക്കും പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ വിചാരിക്കും വളരെ നല്ല മനുഷ്യരാണ്, അവർ സത്യസന്ധരാണ്, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഒരു പരിധിവരെ ഒരു ബിസിനസ് സക്സസ് ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്താതെ സത്യസന്ധരായി തന്നെ ജീവിക്കാൻ സാധിച്ചാൽ അത് മനസ്സിന് വലിയ സമാധാനം കിട്ടും. റീറ്റെയിൽ ഷോപ്പിൻ്റെ സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ പ്രൊമോട്ട് ചെയ്യാൻ, അവരെ അവിടെ തന്നെ നിലനിർത്താൻ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ തീവ്രമായിട്ട് ശ്രമിക്കുകയും അത് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള കുതിച്ചുകയറ്റത്തെ സഹായിക്കുകയും ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഓൾ ദ ബെസ്റ്റ്.